ദേവിയെ ബോധ്യപ്പെടുത്തി ഭയപ്പെടുത്തി രണഭൂമിയിൽ നിന്നും തെക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന ചെല്ലുമകൾ ശ്രീഭദ്രയുടെ ദിവ്യരൂപം ഇന്ന് നേരം പുലരുവോളം ദേവിയെ പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യുവാൻ ധൈര്യമുണ്ടോ ഭദ്രയെന്ന് ദാരികൻ ദേവിയോട് കൽപ്പിച്ചപ്പോൾ ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ദാരിക എന്ന് മറുവാക്ക് ചൊല്ലിയ ചെല്ലമംഗലം ശ്രീഭദ്രകാളി ഒന്നാമത്തെ യുദ്ധം നയിക്കുവാൻ രേണഭൂമിയിൽ എഴുന്നള്ളുന്ന കാഴ്ച. വാർത്തിക വീര്യത്തോടെ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത മന്ത്രവാൾ ഉയർത്തിക്കാട്ടി ഈ 14 ലോകത്തിന്റെയും അധിപനായ ദാരിക ചക്രവർത്തി എഴുന്നള്ളുന്നു എന്ന് ദേവിയുടെ ഭക്തനെ ബോധ്യപ്പെടുത്തി തന്റെ ശരീരബലവും ആയുധബലവും ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ദാരികനും പരിവാരങ്ങൾ തന്റെ സൈന്യബലം ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ തന്നെ ഭയന്ന് ഈ ദേവത ജനഭൂമി വിട്ട് പലായനം ചെയ്യുന്നു ധരിച്ച ദാരികൻ തന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഉയർത്തിക്കാട്ടി 14 ലോകത്തിന്റെയും അധിപനായ എന്നോട് യുദ്ധം ചെയ്യുവാൻ കേവലം ഒരു നാരിയായ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് അഹങ്കാരത്തോട് ചോദിച്ചു പടച്ചട്ടയണിഞ്ഞ് ആസുരമുടി എന്ന കിരീടം ശിരസിലണിഞ്ഞ് ദേവിയെ ദാരികൻ വെല്ലുവിളിച്ചപ്പോ ദേവി തൽക്കാലം ഉയർത്തി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. മാറിപ്പോ, എന്നെ പാതാള ലോകത്തിൽ ഞാൻ ചവിട്ടിത്താഴ്ത്തും. ദാരികന്റെ മന്ത്രവാളിനെ ദേവി തന്റെ ഉടവാൾ കൊണ്ട് പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നു. സൂര്യദേവനെ തന്റെ ശിരസിൽ ആവാഹിച്ച് അഷ്ടദിക്പാലകന്മാരെ തന്റെ കാവൽക്കാരായി വരുവാൻ ആജ്ഞാപിച്ച് തൽക്കാലിൽ ചെലപ്പണിഞ്ഞ് ദേവി ദാരികന്റെ മന്ത്രവാളിനെ തന്റെ ഉടവാൾ കൊണ്ട് പ്രതിരോധിക്കുമ്പോ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്നിന്റെ സാന്നിധ്യം 33 കോടി ദേവന്മാരെയും അണിനിരത്തി മഹാവിഷ്ണു ഈ രണഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. തെക്ക് ദിക്കിൽ ടവറിന്റെ സമീപം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ പരുന്നിന്റെ സാന്നിധ്യം 33 കോടി ദേവന്മാരെയും അണിനിരത്തി മഹാവിഷ്ണു ഗരുഡ ഭഗവാന്റെ ചിറകിലേറി ഈ രണഭൂമിയിൽ എഴുന്നള്ളി എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നാം കരുതണം. അതുകൊണ്ട് തനിക്ക് പ്രതിരോധിക്കുവാൻ സാധിച്ചില്ല എന്ന് ചിന്തിച്ച് നിരാശയോട് ശ്രീഭദ്ര ഒരു നിമിഷം ദാരികനെ നോക്കുന്നുണ്ട്. കോപം സഹിക്കവയ്യാതെ ശ്രീഭദ്ര തന്റെ ഉടവാൾ കൊണ്ട് ദാരികനെ മന്ത്രവാളിനെ വീണ്ടും വീണ്ടും പ്രതിരോധിച്ച് ഒന്നാമത്തെ യുദ്ധം നയിച്ച് മുന്നോട്ട് എഴുന്നള്ളുവാൻ ശ്രമിക്കുമ്പോ ആസുര പടയാളികൾ ദേവിയുടെ കോപത്തെ ആളിക്കത്തിക്കുവാൻ ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച് ദേവിയെ വെല്ലുവിളിക്കുന്ന കാഴ്ച. ദേവിയുടെ ഉപാസകന്മാരെ യുദ്ധകളത്തിൽ നിന്ന് മാറ്റിപ്പായിക്കുവാൻ ശ്രമിക്കുന്ന ദാരികന്റെ സേനാധിപൻ ദേവിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പുഷ്പങ്ങളെ അപകരിച്ച് ആ പൂക്കുട്ടയെടുത്ത് ദാരികനെ പുഷ്പവൃഷ്ടി ചെയ്യുന്ന ആസുര പോരാളികൾ ഈ 14 ലോകത്തിന്റെ അധിപനായ ദാരികനെ പൂജിക്കുവാൻ ആസുരന്മാർ കാണിക്കുന്ന ഈ ചേഷ്ടകൾ ശ്രീഭദ്ര എത്ര നാൾ സഹിക്കുമെന്ന് ഇനി വരുന്ന യുദ്ധങ്ങൾ നമുക്ക് കാട്ടിത്തരും. ഈ തൃശ്ശൂരിൽ മാറിൽ കുത്തിയിറങ്ങി നിന്റെ ശിരസ് ഛേദിച്ച് കൈലാസനാഥനെ കാണിക്കുകയെ ഞാൻ സമർപ്പിക്കും. ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവി
തൃശൂലം ദാരികന് നേരെ ചൂണ്ടി ദാരികൻ മുന്നറിയിപ്പ് നൽകുന്നു. ശ്രീഭദ്രയുടെ കയ്യിലിരിക്കുന്ന തൃശൂലം ദേവിയുടെ ഇഷ്ടവസ്ത്രമായ പട്ടുവസ്ത്രം അപകരിച്ച് അത് ആയുധത്തിൽ കോർത്ത് ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ ശ്രീഭദ്ര സഹിക്കില്ല എന്ന് ദാരികനറിയാം. ദാരികന്റെ ശക്തിയുടെ ഉറവിടം എന്തുകൊണ്ട് തനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതിനാൽ ചിന്തിച്ച് നിരാശയോടെ ശ്രീഭദ്ര ദാരികനെ നോക്കി നിൽക്കുന്നു. ദാരിക പടയാളികൾ ആയുധങ്ങൾ ഉയർത്തിക്കാട്ടി വൻവൃക്ഷങ്ങൾ കടമുഴക്കിയെടുത്ത് ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച് തൃക്കാൽ ഉയർത്തി ദാരികന് മുന്നറിയിപ്പ് നൽകുന്നു. മാറിപ്പോ, നിന്നെ പാതാള ലോകത്തിൽ ചവിട്ടിത്താഴ്ത്തും. ദേവി ഭൂമിയിൽ നിൽക്കുമ്പോൾ ദാരികൻ ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത സുവർണ രഥപ്പടിയിൽ കയറി ദേവിയുടെ യുദ്ധത്തിനായി രണഭൂമിയിൽ എഴുന്നള്ളുന്ന കാഴ്ച. ഈ രഥപ്പടിയിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഭദ്രേ. ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ എന്റെ സുവർണ രഥം നീ കാണുന്നില്ലേ? ഇത് ബ്രഹ്മദേവൻ എനിക്ക് പ്രദാനം ചെയ്തതാണ്. വായുവേഗത്തിൽ 14 ലോകത്തിലും എത്തുവാൻ തക്ക ശേഷിയുള്ള അശ്വങ്ങളെ കൂട്ടിയ സുവർണരഥം എനിക്ക് സമ്മാനിച്ചത് ബ്രഹ്മദേവനാണ്. ദാരികൻ ദേവിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചപ്പോ ദാരികന്റെ മന്ത്രവാളിനെ ദേവി തന്റെ രഥ കൊണ്ട് പ്രതിരോധിക്കുവാൻ 3 നയനങ്ങൾ മലർക്ക തുറന്ന് ദേവി ദാരികനുമായി യുദ്ധം ചെയ്യുവാൻ മുന്നോട്ട് എഴുന്നള്ളുമ്പോൾ ദേവിയുടെ ഗദായുദ്ധത്തിന് ദാരികൻ തന്റെ മന്ത്രവാൾ കൊണ്ട് പ്രതിരോധിക്കുന്നു. ഈ മന്ത്രവാളിന്റെ ശക്തി നിനക്കറിയാമോ ഭദ്രേ? ഈ മന്ത്രവാൾ ബ്രഹ്മദേവൻ എനിക്ക് പ്രദാനം ചെയ്തതാണ്. ദാരികന്റെ പരിചയം കട്ടി ദേവിയുടെ കയ്യിൽ നിന്നും ഗദ ഭൂമിയിൽ പതിച്ചപ്പോ ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച് വെല്ലുവിളിക്കുന്ന അസുര പടയാളികൾ 10,000 മരിച്ച ആനയുടെ ബലം തങ്ങളുടെ ശരീരത്തിലുണ്ടെന്ന് ദേവിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അസുര പോരാളികൾ വാർത്തയുടെ വീര്യത്തോടെ ദേവിയുടെ മുമ്പിൽ നൃത്തം ചവിട്ടി പടയാളികളെ തട്ടിമാറ്റി ദേവിയുടെ മുമ്പിൽ മന്ത്രവാൾ ഉയർത്തിക്കെട്ടി തന്റെ കാൽച്ചുവട്ടിൽ വരുവാൻ ദേവിയെ വെല്ലുവിളിക്കുന്ന അസുര ചക്രവർത്തിയായ ദാരികൻ. ദേവി ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ ദാരികൻ സുവർണ രഥപ്പടിയിലിരുന്ന് ദേവിയുമായി യുദ്ധം ചെയ്യും. ദേവിയുടെ വാദ്യമേളക്കാരായ ഭൂതങ്ങളോട് തനിക്ക് വേണ്ടി മേളം മുഴക്കുവാൻ ആജ്ഞാപിച്ച് നൃത്തം വയ്ക്കുന്ന ആസുര സേനാനിവനും ആസുര പടയാളികൾ ആസുരവാദ്യമായ ചെണ്ടമേളത്തിന്റെ താളമേളത്തിന് അനുസൃതമായി ദേവിയെ പരിഹസിച്ച് നൃത്തം വയ്ക്കുന്ന ദാരികന്റെ സേനാനായകനും അസുര പടയാളികളും തങ്ങൾക്ക് വേണ്ടി വാദ്യം മുഴക്കുവാൻ ദേവിയുടെ ഭൂതകളോട് ആജ്ഞാപിക്കുന്നു. മൂന്നാമത്തെ യുദ്ധം നയിച്ച് രണഭൂമിയിൽ ചെല്ലമംഗലം ശ്രീഭദ്രാളി ദേവി എഴുന്നള്ളുമ്പോൾ ദേവിയുടെ
ആയുധത്തെ ദാരികൻ തന്റെ പരിച കൊണ്ട് പ്രതിരോധിക്കുന്നു. വായ്ക്കുരവയിട്ട് മനമുരുകി പ്രാർത്ഥിച്ച് ദേവിയുടെ വിജയത്തിനായി ഈ രണഭൂമിയിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് അമ്മയുടെ മക്കൾ 3 വർഷത്തിലൊരിക്കൽ ദേവിയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച പർവ്വത കാളിയോട്ട മഹോത്സവത്തിന്റെ ഭക്തി നിർഭരമായ 1ാമത്തെ നിലനിൽപ്പ് ദേവിയെ അഹംപിടിക്കാൻ മുറിവേൽപ്പിച്ച് ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ ദേവി സഹിക്കില്ല എന്ന് ദാരിദ്ര്യം പടയാളികൾക്കറിയാം. ഭൂമിദേവിയുടെ വിലമാറിൽ അമർത്തി ചവിട്ടിയ തപ്പാടങ്ങളോടെ ദേവി തീക്ഷ്ണ നയനങ്ങളോടെ ദാരികനെ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം പടിഞ്ഞാറ് എത്തിക്കുന്ന ദാരികന്റെ സേനാധിപൻ കമ്പനിയുമായി അലങ്കരിച്ച് ദേവിക്ക് സമർപ്പിച്ച അലങ്കാര വസ്തുക്കളെ വെട്ടി നശിപ്പിച്ച് ദേവിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ ചെല്ലമംഗലം ശ്രീഭദ്ര അത് സഹിക്കില്ല എന്ന് ദാരിക സൈനാധിപൻ അറിയാം. ദാരികന്റെ പെരുമാറിന് നേരെ തന്റെ തൃശൂലം ചുഴറ്റി എറിഞ്ഞ് ദേവി തന്റെ ഒരു യുദ്ധം പൂർണ്ണമാക്കി തന്റെ വാഹനമായ വേദാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുമ്പോ ദാരികനും പരിവാരങ്ങളും തന്നെ ഭയന്ന് തന്റെ പരിഹാസവാക്കുകൾ വിളിച്ചു പറഞ്ഞ് നൃത്തം വെച്ച് പടയാളികളെ നോക്കി നിൽക്കുന്നു. നിരായുധയായി 2ാമത്തെ യുദ്ധം നയിക്കുവാൻ രണഭൂമിയിൽ ശ്രീഭദ്ര പ്രത്യക്ഷപ്പെടുമ്പോ ശ്രമിക്കുന്നു. ദേവിയുടെ മക്കൾ ദേവിക്ക് ഒരുക്കി തെളിയുന്ന അലങ്കാര പുഷ്പങ്ങളെയും നേർച്ചക്കൊലകളെയും